സംസാരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആനിവേഴ്സറിയിൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നത് കാണുവാൻ സഹായിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി തന്നു. എല്ലാ പ്രോഗ്രാമുകളും വളരെ ഭംഗിയായി നടക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇങ്ങനെ ഒരു ടോക്ക് ഷോ നടത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ കടന്നു വന്ന പല ചിന്തകളുമുണ്ട്. അതിൻ്റെ പിന്നിൽ നിന്നുള്ള ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആരാധനകളിൽ സാധാരണയായി നമ്മൾ പൂർവ്വപിതാക്കന്മാർ മുതൽ നമ്മൾ കണ്ടുവരുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ മാതാപിതാക്കളും പൂർവ്വപിതാക്കളും ഒക്കെ ആരാധിച്ചു വന്ന ഒരു വളരെ പാരമ്പര്യമായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും വളരെ ആത്മാർത്ഥതയോടുകൂടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കാലം. അതിൽ നിന്നൊക്കെയും ക്രമാനുഗതമായി ഓരോ ദിവസവും നമ്മൾ മാറി ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ദൈവത്തിൽ നിന്ന് മാറിപ്പോയ ഒരു കാലത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കേവലം നമ്മുടെ ആരാധനയുടെ ഒരു തീഷ്ണതയിൽ മാത്രമല്ല, നമ്മുടെ വേഷവിധാനത്തിലും നമ്മളുടെ കൾച്ചറിലും എല്ലാം അതിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സാങ്കേതിക വിദ്യയും നമ്മുടെ വിദ്യാഭ്യാസവും മാധ്യമങ്ങളുടെ വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളും ഒക്കെ ഇതിനൊരു കാരണമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരാധനകളിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെയധികം യുവാക്കളും യുവതികളും വസ്ത്രധാരണത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് വളരെയധികം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ കാലത്ത് വളരെയധികം ചിന്തിക്കേണ്ടത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു മാതൃകയായിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ഇതാരാ ഇവിടെ? നോബിളെ, നീ എന്താ ഇവിടെ? എനിക്കറിയാറുണ്ട് ചേട്ടൻ ഇവിടെ കാണുന്നു. ഞാനാണെങ്കിൽ ബസ് സ്റ്റാൻഡിലെ നിങ്ങളുടെ ഹോമിന്റെ അടുത്ത് പോയ അപ്പോഴവിടെ കണ്ടില്ല. അപ്പൊ എനിക്ക് തോന്നി പള്ളിയിലെ പരിപാടി ആയിരിക്കും പോകുന്നത്. പള്ളി പരിപാടിക്ക് വന്നതാ ഇവിടെ. അപ്പൊ എനിക്കറിയാം ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എല്ലാവരും കാണാൻ, നമ്മുടെ ബ്രോസിനെ ഒക്കെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് പോന്ന്. അപ്പൊ ചേട്ടാ, അല്ല ഇതൊക്കെ എന്തൊക്കെയാണ് സ്വന്തം കാണിച്ചു തരാൻ. ഇതെന്തു നീ കാണിക്കുന്ന ഇതൊക്കെ? എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് മനസ്സിലായി ചേട്ടൻ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. ചേട്ടൻ ഈ പറയുന്നത് ഞാനിങ്ങനെ വന്ന് ഇത് ചേട്ടന് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇഷ്ടപ്പെട്ടില്ല? എനിക്കറിയാം ചേട്ടൻ ഈ പണ്ട് 50-ാം നൂറ്റാണ്ടിൽ 1950 വിശ്വാസിയല്ലേ. ആ തമ്പാരടിച്ചുള്ള പരിപാടിയൊക്കെ ഞാൻ അങ്ങോട്ട് നിർത്തി. കണ്ടില്ല ഇരിക്കുന്ന സാധനം ഇത് വെച്ചൊരു പാട്ടൊക്കെ അങ്ങോട്ട് പാടി ഇപ്പൊ നമ്മുടെ ആ സ്റ്റൈലൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇതാ ചേട്ടനറിയാം ഈ തലമുടി ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ ഈ 10-30 വർഷം എൻ്റെ അപ്പൻ അറിയാമല്ലോ ഒരു സുവിശേഷനാണ്. അപ്പൊ നമ്മള് പിള്ളേരോട് തമ്പാറൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കും. ഒരു പ്രയോജനമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ പോവാ, പാടുക, വരിക, ഒരു സുഖം ഇല്ലാന്ന് തോന്നി. അപ്പൊ നമ്മൾ കുറച്ച് ആളുകളൊക്കെ കൂട്ടി ഇതുപോലെ ഒരു ബാൻഡൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് കേൾക്കണം വെച്ചാൽ അതിലൊരു പാട്ട്. ബ്രോ ഒന്നിട്ടേ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാൻ സന്തോഷമാനമായി സന്തോഷം കാണുന്നു ഞാൻ. നീ എന്തോ കാണിക്കുന്ന ഇവിടെ? ഇതെന്തോ സ്റ്റേജ് ആണ്, നിനക്കറിയാമോ? നമ്മുടെ പാട്ട് പറ്റത് തന്നെ. എന്ത് ദിശയമേ പാട്ട് എന്തോ? നീ എവിടെ നിൽക്കുന്നത് നിനക്കറിയാമോ? ചേട്ടാ ഇന്നത്തെ കുഴപ്പം നമ്മൾ എന്ത് ദിശയമല്ലേ പാടിയേ. എടാ നോബിളെ, നീ ഒരു പാസ്റ്ററുടെ മോനല്ലേ? തുടങ്ങി ഉപദേശം. ഇതാ എനിക്ക് ഇഷ്ടമല്ല. എടാ, ദൈവസന്നിധി വരുന്നതിന് ഒരു മാന്യതയുണ്ട്, മനസ്സിലായോ? നിന്റെ ഈ കോലം നോക്കി ഇത് എന്തോ? നിന്റെ പാന്റ് എന്തോ? ഇത് ബാനറി പെയിന്റ് അടിച്ച ഒരു പാന്റും, നീ എന്തോ കമ്മ്യൂണിസ്റ്റ് ചേർന്നോ? ഒരു ചുമന്ന ഉടുപ്പും. ഇതെന്തോ മുടിയാടാ ഇത്? ഇങ്ങോട്ട് പോടാ. ഇതെന്തോ മുടിയാ ഇത്? പെണ്ണുങ്ങളുടെ കൂട്ട് മുടിയും വളർത്തി, ചേട്ടാ നമ്മള് മുടിയൊന്നും വളർത്തിയെന്നല്ലോ, നരച്ച താടിയും. നിനക്കറിയാമോ നിന്റെ അപ്പൻ എങ്ങനെ നിന്നെ പഠിപ്പിച്ചത് ദൈവത്തെ ആരാധിക്കാൻ? ഇങ്ങനെയാണോ പഠിപ്പിച്ചേ? എന്റെ ചേട്ടാ എടാ,
ഇതിനൊക്കെ ദൈവത്തെ ആരാധിക്കുന്നതിനുണ്ടല്ലോ ഒരു മെത്തേഡുണ്ട് അതിന്. നമ്മൾ ഇങ്ങനെ വേഷം കെട്ടി അല്ല നമ്മൾ ചർച്ചയിൽ വന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത്. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദൈവം നമ്മളെ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിന്റെ ഈ തമ്പേറും നിന്റെ ഈ ഗിറ്റാറുമായിട്ടൊന്നും നടന്നിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യണം. നീ ആദ്യം പോയിട്ടുണ്ടല്ലോ, ഈ താടി മുടിയൊക്കെ വെട്ടി കളഞ്ഞിട്ട് നല്ലപോലെ കുളിച്ചു വാ. എന്നിട്ട് നിന്നെ ഈ പഞ്ചായത്തിൽ കണ്ടുപോകുന്നു വിട്ടുപോ. ഓരോ ജന്മങ്ങൾ വന്നേക്കും. ഇങ്ങനെ എന്തൊരു കാര്യങ്ങളാന്ന് പറയണേ. ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വന്നേക്കുക. നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഇതൊന്നുമല്ല. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 6:20 പറയുന്ന പോലെ ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങി, നമ്മുടെ ശരീരങ്ങളെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ അതിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില കാര്യങ്ങൾ നമ്മളും ചെയ്യണം. നമ്മൾ ഇതുപോലെ വസ്ത്രവിധാരണത്തിലും നമ്മളുടെ ശരീരഘടനയിലും ഒക്കെ നമ്മൾ ദൈവത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ കഴിയത്തില്ല. നമുക്ക് അറിയാലോ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭവനത്തിൽ ചെന്ന് അവിടെ ചെയ്യുന്ന കാര്യങ്ങളുടെ മുമ്പിൽ നമുക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് പരിശുദ്ധാത്മാവിന്റെ കാര്യം. നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും നമ്മളുടെ വേഷവിധാനങ്ങളും നമ്മളുടെ ഓരോ കാര്യങ്ങളും ദൈവത്തിന് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് താനേ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകും. ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. ആ പ്രൈസ് കൊടുത്ത ദൈവത്തിന് നമുക്കതിന് തിരിച്ചെന്തെങ്കിലും കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു വിലയുമില്ലാത്ത ഒരു കാര്യമായിട്ട് പോവുകയാണ്. നമ്മളുടെ ചെറുപ്പക്കാരിലൊക്കെ ഇപ്പോഴും വളരെയധികം നമ്മുടെ ഈ രാജ്യത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ, ഈവൻ നാട്ടിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള പല പല പുതിയ ട്രെൻഡുകളെ അനുകരിച്ച് നമ്മൾ പോകുന്നു. ദൈവവചനത്തിൽ നിന്ന് നമ്മളെ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവരുമായിട്ട് ഒരിക്കലും അനുരൂപരാകാതെ പോകുക എന്നുള്ള ഒരു കാര്യമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ നീ പിന്നെ ഇത് കൊള്ളാലോടാ, നീ ബാ കേറി വാ. എനിക്കറിയാം ഇഷ്ടപ്പെടും. ഞാൻ വീട്ടിൽ പോയി വായിച്ചു. അപ്പോൾ എനിക്കറിയായിരുന്നു ഇതിനകത്തെ സത്യം ഇതിൻ്റെ, പക്ഷെ മടുത്തോണ്ടാ ചേട്ടാ മാറി. പിന്നെ ദൈവത്തെ പേടിച്ചിട്ട് ഞാൻ തിരിച്ചു പഴയ പോലെ അങ്ങോട്ട്. എടാ, നിന്നെ ഇപ്പൊ കണ്ട ഒരു മനുഷ്യ കോലമുണ്ട്, മനസ്സിലായോ? ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നീ ഒരു ദൈവ പൈതലായിട്ട് മാറി. ഇനി നീ ആ പാട്ടൊന്ന് പാട്, ഞാനും നിന്റെ കൂടെ പാടാം. മറ്റേ പാട്ട് അത് തന്നെ പാട്. ഇട്ടോ ബ്രദർ ഇട്ടോ. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ.